അൽഗോരിതം ഡിസൈൻ ഉണ്ട്. ഒരു അൽഗോരിതം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അൽഗോരിതത്തിൽ എന്ത് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണം, ഡിവൈഡ് ആൻഡ് കോൺകർ അപ്ലൈ ചെയ്യണോ, അല്ലെങ്കിൽ ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്ലൈ ചെയ്യണോ, അവിടെ നമുക്ക് ഗ്രീഡി ആണോ അപ്ലൈ ചെയ്തത്, ഇതൊക്കെ ഡിഫറെന്റ് അൽഗോരിതം ഡിസൈൻ ടെക്നിക്സ് ആണ്. ഒരു സിറ്റുവേഷനിൽ ഡിഫറെന്റ് അൽഗോരിതംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ഏത് അൽഗോരിതം ചൂസ് ചെയ്യും, അവിടുത്തെ ടൈം നമ്മൾ നോക്കണം, അവിടുത്തെ എക്സിക്യൂഷൻ മെമ്മറി സ്പേസ് എത്രയും നോക്കണം. ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് ഒക്കെ നിങ്ങൾ ഒരു ബേസും ഇല്ലാത്ത ഒരാൾക്കാണ് അതിനെ പഠിപ്പിച്ചു. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ഡിഗ്രി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞ ഡിഗ്രിയിലേക്ക് ഇപ്പം ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ബിടെക് ഓർ BSc കമ്പ്യൂട്ടർ സയൻസ്, ഏതെങ്കിലും ഡിഗ്രി ആയിക്കോട്ടെ, നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങളൊരു ഡിഗ്രി കൂടെ അതിന്റെ കൂടെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏരിയാസ് ഒക്കെ കൂടി കവർ ചെയ്തിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആഡ് ഓൺ കോഴ്സ്. ഇതൊരു ഓപ്ഷണൽ ആണ്, എല്ലാവരും ഇത് പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ബേസ് ഇല്ലാത്ത ആൾക്കാർക്കായിട്ട് ഇലക്ട്രോണിക്സോ സിവിലോ മറ്റേതെങ്കിലും ഡിഗ്രി പഠിച്ച ഒരാൾക്ക്, ഇവൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവത്തില്ല. നമ്മൾ എന്തൊക്കെയോ പഠിച്ചു, എഴുതി, പാസ്സായി, അതിനപ്പുറം നമുക്ക് ആ സബ്ജക്ട് നോളജ് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 മാസത്തെ ഒരു ആഡ് ഓൺ കോഴ്സ് ആണ്, ഇന്റേൺഷിപ്പ് അല്ല കോഴ്സ് ആണ്. അത് ഞങ്ങൾ പഠിപ്പിച്ചു തരും. ഞങ്ങളത് ഓരോ ടോപ്പിക്സ് ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന് നിങ്ങളുടെ ലോജിക്കും നിങ്ങളുടെ ഈ പറയുന്ന ഏരിയാസിന്റെ ഒക്കെ നോളജും ഒക്കെ ഞങ്ങൾ ഇംപ്രൂവ് ചെയ്തു തരും. ഈ 2 മാസം കഴിയുമ്പോൾ ഇപ്പൊ നിങ്ങളൊരു സിവിൽ പഠിച്ച കുട്ടിയായിക്കോട്ടെ, അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് കഴിഞ്ഞ ഒരാളായിക്കോട്ടെ, BCom കഴിഞ്ഞ ഒരാളായിക്കോട്ടെ, ഈ പറയുന്ന ഏരിയാസ് ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുടെ സെയിം ലെവൽ അല്ലെങ്കിൽ അതിന് മേലെ നിങ്ങളുടെ ലെവൽ ഇൻക്രീസ് ആയിട്ടുണ്ടാവും.